എല്ലാവർക്കും നമസ്തേ. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സ് കലങ്ങിയ വെള്ളം പോലെയാണ്. മനോമാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ജലപങ്കം പോലെ, അതായത് ചെളിവെള്ളം പോലെ നമ്മുടെ മനസ്സ് കലുഷിതമായി നിൽക്കുമ്പോൾ അതിനെ ശാന്തമാക്കാൻ എന്താണ് ഉപാധി? നമ്മുടെ ധർമാചാര്യന്മാർ പറയുന്നത് ധ്യാനമാണ് പരമപ്രധാനം. അതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നും ജപിക്കേണ്ടതില്ല. അനങ്ങാതെ നമ്മൾ സുഖാസനത്തിലാവട്ടെ പത്മാസനത്തിലാവട്ടെ നമുക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയുമോ? സുഖാസനം എന്ന് പറഞ്ഞാൽ സ്ഥിരം സുഖമാസനം ഇതി സുഖാസനം. നമുക്ക് സുഖമായി സ്ഥിരമായി അല്പനേരം ഇരിക്കാൻ എങ്ങനെയാണോ കഴിയുക അത് തന്നെ സുഖാസനം. അങ്ങനെ ഇരുന്ന് സ്വയം നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് നോക്കുക. നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, മനസ്സിനെ പൂർണ്ണമായി ശാന്തമാക്കി വയ്ക്കുക. ഒരു കലങ്ങിയ വെള്ളത്തിലേക്ക് കുറേ നേരം നോക്കി നമ്മൾ ഇരുന്നാൽ സംഭവിക്കുന്ന എന്താണ്? ഈ ചെളിവെള്ളം ഈ വെള്ളത്തിലെ ചെളി സാവകാശം ഉള്ളിൽ അടിഞ്ഞ് ഇതിനെ മാലിന്യങ്ങളെല്ലാം അടിയിൽ അടിഞ്ഞ് വെള്ളം തെളിയുന്നത് കാണാം. എന്നതുപോലെ മനോമാലിന്യങ്ങളെ പൂർണ്ണമായും ഉള്ളിൽ അടിയിച്ച് മനസ്സിനെ തെളിമയോടുകൂടി നിലനിർത്താൻ കഴിയുക. അത് തന്നെയല്ലേ ധ്യാനം? ആ ആത്മശാന്തിക്ക് മനസ്സിനെ അങ്ങനെ സ്ഥിരമായി നിർത്താൻ കഴിയുക. അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ ജയം. മനസ്സിനെ ജയിക്കാൻ കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകത്തെ ജയിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സാണ് എല്ലാത്തിനും ആധാരം എന്ന് കാണണം. ഈ മനസ്സ് ശരിക്കും എന്താണ് പറയുന്നത്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അദ്ദേഹം തൻ്റെ മോക്ഷപ്രദീപം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ചിത്തം ചലിക്കുകിൽ സംസാരവുമായി, ചിത്തം ലയിക്കുകിൽ മോക്ഷവുമായി. മനസ്സിൻ്റെ ചലനാവസ്ഥയാണ് സംസാരം അഥവാ ഈ ഐഹികം. മനസ്സിൻ്റെ ലയനാവസ്ഥയാണ് മോക്ഷം. ഇത് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നമസ്തേ.